വാർത്ത. മുഖ്യമന്ത്രിയുടെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിൽ എന്ത് നടപടിയാണ് അടുത്തത് ഉണ്ടാകുന്നത് എന്നതാണ്. വിചാരണ കോടതിയിൽ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പ്രതികൾക്ക് വൈകാതെ തന്നെ കോടതി നോട്ടീസ് അയക്കും. SFIO കുറ്റപത്രം ഇന്നലെയാണ് വിചാരണ കോടതിക്ക് കൈമാറിയത്. സേവനമൊന്നും വാങ്ങാതെ വീണ 2.7 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. ഡാൻ കുര്യനും ആജ്ഞയും വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഇന്നലെയാണ് വിചാരണ കോടതിയിലേക്ക് ഈ റിപ്പോർട്ട് കൈമാറിയത്. അടുത്ത നടപടി എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് സാധാരണഗതിയിൽ ഈ SFIOയുടെ നടപടിക്രമങ്ങൾ നമുക്ക് അത്ര പരിചിതമല്ല. അതുകൊണ്ട് തന്നെ അടുത്ത നടപടി എന്താണ്? ശ്രീജ, ഇത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ ജില്ലാ കോടതിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി സാധാരണ കോടതി തുടർ നടപടികളാണ് ഇതിൽ ഉണ്ടാകാനുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർ ഹർജികൾക്കോ തുടർവാദങ്ങൾക്കോ ഒക്കെ എക്സാലോജിക്കിനോ അല്ലെങ്കിൽ ഈ ശശിധരൻ തർക്കത്തോ ഒക്കെ ഹൈക്കോടതിയെ സമീപിക്കാവുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ 2.7 കോടിയുടെ തട്ടിപ്പാണ് നടത്തിയതെന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സേവനമൊന്നും നടത്താതെ 2.7 കോടി വീണ വിജയൻ കൈപ്പറ്റി എന്നുള്ളതാണ്. അതായത് സേവനം നൽകാതെയുള്ള ഇത്തരത്തിലുള്ള പണം കൈപ്പറ്റൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു സാഹചര്യം കൂടി അതിനകത്ത് കണക്കാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെയാണ് കോടതിയിൽ എറണാകുളം ജില്ലാ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. തുടർ നടപടികൾ ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും SFIOയുടെ ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് SFIOയുടെ ചോദ്യം ചെയ്യലിനെ തുടർന്നാണ് അങ്ങേയറ്റം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായി മാറുകയായിരുന്നു CMRL ഇടപെടലുകൾ. ആ ഒരു സാഹചര്യത്തിൽ KSRDCയെ കൂടി ഈ കാര്യത്തിൽ ഇടപെടുത്തുന്ന ഒരു സാഹചര്യം കൂടി നിരവധി തവണ ഹൈക്കോടതിയിൽ KSRDC ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകേണ്ടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കടന്ന ശേഷമാണ് ഇപ്പോൾ വീണ വിജയൻ കേസിൽ പ്രതിയാണ് എന്നുള്ള കുറ്റപത്രം SFIO ജില്ലാ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശ്രീജ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, രാഷ്ട്രീയമായി ഇപ്പോൾ കോൺഗ്രസിന് വീണ് കിട്ടുന്ന ഒരു ആയുധം കൂടിയാണ്, കോൺഗ്രസിനും BJPക്കും വീണ് കിട്ടുന്ന ഒരു ആയുധം കൂടിയാണ് ഈ SFIOയുടെ നടപടിക്രമങ്ങൾ. ഇപ്പോൾ കോടതിയിലേക്ക് കുറ്റപത്രം കൈമാറുന്നു. ഇനി ബാക്കി നടപടിക്രമങ്ങളിലേക്ക് ഇത് കടക്കുമ്പോൾ ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഒരു രാജി ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ ഏത് തരം പ്രതികരണങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് ആലോചനകൾ നടക്കുന്നത്? കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ 2 തരത്തിലുള്ള വ്യാഖ്യാനമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതായത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായ വേട്ടയാടൽ നടത്തുന്നുവെന്ന ഒരു ആരോപണം നേരത്തെ മുതൽ തന്നെ കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ ഉന്നയിച്ചു തുടങ്ങിയത്. അതിനിടയിലാണ് ഈ വീണ വിജയനെതിരായ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നീക്കങ്ങളൊക്കെ ED ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ഭാഗത്തുനിന്ന് നേരത്തെ ഉണ്ടായിട്ടുള്ളത്. അതിനിടയിൽ ഇങ്ങനെയൊരു ആവശ്യം, അതായത് വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കണം എന്ന നിലപാടിലാണ് ഒരു വിഭാഗം. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് മുതലെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ BJP അവിടെ രാഷ്ട്രീയമായി കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വരും. അത് BJPയും LDF തമ്മിലാണ് പോരാട്ടം എന്നൊരു പ്രതീതി കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മുഖ്യ പ്രതിപക്ഷത്ത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് എന്ന ഒരു നിലപാടിലാണ് ഒരു പ്രബല വിഭാഗം. പക്ഷേ മറ്റൊരു വിഭാഗം കാത്തിരുന്ന് മാത്രം എന്താകും തുടർ നീക്കങ്ങൾ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം, ഉണ്ടയില്ല വെടിയാണോ ഇത് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി. അതല്ല എങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലായി മാറും എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിഷേധവുമായി തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവർ നീങ്ങുന്നു. കാരണം അതിന് നിർബന്ധിതരായിരിക്കുന്നു. അതല്ല എങ്കിൽ ആ രാഷ്ട്രീയ സാഹചര്യം BJPയും അവരുടെ അനുബന്ധ കക്ഷികളും വലിയ തരത്തിൽ ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം,
കാര്യം ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി, അതായത് ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 2020 നടത്തിയ പരാമർശങ്ങൾ, വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ച കാര്യങ്ങൾ, അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് തുടങ്ങി മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് നീതിയോ എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉന്നയിച്ചുകൊണ്ടാണ് ഇതിനെ രാഷ്ട്രീയമായി ആയുധമാക്കി മാറ്റാനുള്ള ഒരു നീക്കം കോൺഗ്രസും ഒപ്പം തന്നെ BJPയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഡാൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷോൺ ജോർജിന്റെ ഇടപെടലാണ്. ഒരുപക്ഷെ SFIO അന്വേഷണം പോലെയുള്ള ഒരു നടപടിയിലേക്കൊക്കെ ഈ ആരോപണങ്ങളെ എത്തിച്ചത്. ഒരു വശത്ത് മാത്യു കുഴൽനാടന്റെ ഇടപെടൽ ഒരു വളരെ ദയനീയമായ വിധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അപ്പുറത്ത് ഷോൺ ജോർജിനാണ് ഇതിന്റെ ഒരുപക്ഷെ രാഷ്ട്രീയമായ ആനുകൂല്യം ഉണ്ടാവാൻ പോകുന്നത്. അത് BJP എത്രത്തോളം മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്? ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. കാരണം ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അതിൽ പിന്നീട് തുടർ നിയമ നടപടികളിലേക്ക് കടക്കുകയും ഓരോ ഘട്ടങ്ങളിലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം ഈ എല്ലാ തെളിവുകളും ബോധ്യപ്പെട്ട് വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നൊക്കെ ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഷോൺ ജോർജ് തന്നെയായിരുന്നു. അവിടെ ഷോൺ ജോർജിനും അതോടൊപ്പം തന്നെ PC ജോർജിനും രാഷ്ട്രീയമായി ഇതുണ്ടാക്കുന്ന ഒരു നേട്ടം ചെറുതായിരിക്കില്ല. അവർ BJPയിൽ കൂടുതൽ കരുത്തരായി മാറുന്ന ഒരു സാഹചര്യം വരും. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായതിനു ശേഷം ഷോൺ ജോർജിനെയും അതോടൊപ്പം തന്നെ PC ജോർജിനും ഒക്കെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. അതിനിടയിലാണ് ഇങ്ങനെയൊരു നീക്കം ഈ SFIOയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവിടെ ഷോൺ ജോർജിന് വ്യക്തിപരമായി ഇതൊരു രാഷ്ട്രീയ നേട്ടം എന്നതിനപ്പുറത്തേക്ക് BJPയാണ്, അതായത് കേരളത്തിൽ മുഖ്യപ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടും സർക്കാരിനെതിരായ ഇങ്ങനെയൊരു സർക്കാരിനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയൊക്കെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്താൻ BJPക്കാണ് കഴിഞ്ഞത് എന്ന തരത്തിലുള്ളൊരു പ്രചാരണം അവർ വ്യാപകമാക്കാനുള്ളൊരു നീക്കമുണ്ടാകും. അതോടൊപ്പം തന്നെ പുറത്തേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുന്ന പശ്ചാത്തലം വരും. അത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. തിരുവനന്തപുരം മുതൽ ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും രാഷ്ട്രീയമായി എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രതിഫലങ്ങൾ എന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ കാണാം.